ഇന്ന് ഗീതാ ജയന്തിയോടനുബന്ധിച്ച് ഭഗവത്ഗീതയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒരു മഹായുദ്ധത്തിൻ്റെ മധ്യത്തിലാണ് ഗീത പിറക്കുന്നത്. യുദ്ധത്തിൻ തേരിൽ ധീരനായ അർജുനൻ തളർന്നു വീഴുന്നു. എണ്ണി എണ്ണി പറഞ്ഞു കരഞ്ഞുന്ന ഒരു കൊച്ചുകുട്ടിയായി മാറുകയാണ് ധീരനായ അർജുനൻ. അപ്പോഴാണ് ഗീതാമാതാവിൻ്റെ കടന്നുവരവ്. കരച്ചിൽ നിർത്തലാണല്ലോ മാതാവിൻ്റെ ധർമ്മം. പാട്ടുപാടുന്നതാകട്ടെ ഭഗവാൻ. ആവർത്തന വിരസതയാണ് ഗീതയിൽ കൂടുതലുമെന്ന് എല്ലാവരും പറയുന്നു. അതല്ലേ പാട്ടിൻ്റെ ഭംഗി. വേദവ്യാസൻ്റെ രചന അതിനെ കാവ്യാത്മകമാക്കുന്നു. ഉപനിഷത്തുകളെല്ലാം ഗീതയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ സർവോപനിഷേധോ ഗാവോ എന്ന അലങ്കാര പ്രയോഗമുണ്ടായത്. ഉപനിഷത്ത് എല്ലാം ചേർന്ന് ഒരു പശുവായി കണ്ടാൽ ആ പശുവിൻ്റെ പാലാണ് ഗാനാമൃതം. പശുവിനെ കറക്കുന്നത് ഗോപാലൻ, പശുക്കുട്ടി അർജുനൻ. എത്ര ഊറ്റി കുടിച്ചാലും അതിൽ നിന്ന് ജ്ഞാനരസം ഊറി വരുന്നു എന്നാണ് ഗീതയുടെ പ്രത്യേകത. ഗീതയുടെ മറ്റൊരു പ്രത്യേകത ഉപദേശം സ്വീകരിക്കുന്നത് ഒരു പട്ടാളക്കാരനാണ്. സൈനികങ്ങളെക്കാൾ ലൗകികൻ ആരുണ്ട് ഈ ലോകത്തിൽ? രാജ്യസ്നേഹം എന്ന മമതയും അർജുനനെ പോലെ ഒരു ശിഷ്യനും ഭഗവാനെ പോലെ ഒരു ഗുരുവും ഉണ്ടെങ്കിലേ ഗീതാ പഠനം വിജ്ഞാനമാകൂ. ഗീതാധ്യാന ശ്ലോകങ്ങൾ ആകെ 9 എണ്ണമാണ്. നമ്മെ ആത്മീയതയിലേക്കു നയിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ശ്ലോകങ്ങളിൽ നാം കാണുന്നത്. ഭഗവത്ഗീത ഒരു ഉപാസന ശാസ്ത്രം കൂടിയാണ്. ശാസ്ത്രം സംഭവിക്കുന്നത് മനസ്സിനോടാണ്. പാർത്ഥൻ ശോകമോഹങ്ങളുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് ആ അർജുനൻ എന്ന് തന്നെ ഭഗവാൻ ശിഷ്യനാക്കിയിരിക്കുന്നു. കാരണം ഇന്ദ്രദേവൻ്റെ പുത്രനാണ് പാർത്ഥൻ. മനസ്സിനോട് ഭഗവാൻ സംവദിക്കുന്നത്. വ്യാസനെ പോലെ വിശാല ബുദ്ധിയുള്ള ഒരു അവതാര പുരുഷനില്ല. നന്മ കാണുന്ന കണ്ണുകളാണ് വ്യാസൻ്റേത്. കൃഷ്ണ എന്ന വാക്കിനർത്ഥം ആഘാതം, അനന്തം എന്നുകൂടിയാണ്. ഉള്ളതിനപ്പുറം ഉള്ളിനെ അറിയുന്നവനാണ് കൃഷ്ണ. നാമരൂപങ്ങൾക്കും അതീതമായതിനെ അറിയുന്നു. ധ്യാനകോശങ്ങളിൽ വ്യാസനെയും കൃഷ്ണനെയും ഒന്നിച്ചു നമസ്കരിക്കണം. ഗീതയുടെ എല്ലാ അധ്യായങ്ങളുടെയും അവസാനം ഗീതയെക്കുറിച്ച് തന്നെ ഒരു നമസ്കാരമുണ്ട്. ഓം തതത് സത് ഇതി ഭഗവത്ഗീതാസു. ഇതു ഭഗവാന്റെ പാട്ടാണ് എന്നുറപ്പിക്കുന്നു. ഉപനിഷത്സു എന്നാണ് രണ്ടാമത്തെ പദം. ഉപനിഷത്ത് സിദ്ധനെ കാണിച്ചു തരുന്നു. ഗീത അവിടെയെത്തുന്ന മാർഗം പറഞ്ഞു തരുന്നു. അടുത്ത വാക്ക് ബ്രഹ്മവിദ്യായം. അനുഭവിച്ചു തന്നെ അറിയണം. ബ്രഹ്മാനന്ദം മനുഷ്യൻ ജീവൻ്റെ പരമമായ ലക്ഷ്യമാണ്. വിശ്വത്തിൻ്റെ കാര്യവും കാരണവും ബ്രഹ്മം തന്നെ. വിദ്യയാം കഴിഞ്ഞ് ഉപയോഗിക്കുന്ന വാക്ക് യോഗശാസ്ത്രേ എന്നാണ്. ഗീതയിൽ ഏറ്റവും ഉപയോഗിച്ചിരുന്ന വാക്കും യോഗ എന്നതാണ്. യോഗ എന്ന വാക്കിന് പല അർത്ഥമുണ്ടെങ്കിലും ഗീതയിലെ യോഗ ഭഗവാനോടുള്ള അടുക്കലാണ്. ഭഗവാൻ യോഗേശ്വരൻ എന്ന് ഗീതയുടെ 18-ാം അധ്യായത്തിൽ പറയുന്നു. യോഗേക്ഷേമം വാഹാമ്രഹ്യം എന്ന ഉറപ്പ് ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. ഭഗവാന്റെ ഈ ഉറപ്പോടുകൂടി ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഈ യാത്രയിൽ. നമസ്തേ.